ഒരു 1.5 kg ചിക്കൻ ഉണ്ട്. നമുക്കത് ചിക്കൻ പെരട്ടുണ്ടാക്കാം. അപ്പോൾ അതിനുള്ള ചേർക്കാനുള്ള ഐറ്റംസാണ് ഇതൊക്കെ. അതപ്പോൾ ഓരോന്നായി ചേർക്കുമ്പോൾ നമുക്ക് കാണിക്കാം. അതുപോലെ തന്നെ പൊടികളും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ടേബിൾ സ്പൂണിൻ്റെ അത്രയും വലിപ്പമുള്ളൂ കേട്ടോ അത്. കറണ്ടി അങ്ങനെയായിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അത് ചൂടായി വന്നപ്പോൾ ഞാനൊരു 3 സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്ര വലിപ്പത്തിൽ അങ്ങനെ തന്നെ അരിഞ്ഞതല്ല, ഒന്നും കൂടി കഷ്ണാക്കിയിട്ട് അരിഞ്ഞതാണ്. കുറേ വെളിച്ചെണ്ണയൊന്നും ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നില്ല, എന്നാലും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. ഇപ്പോൾ നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് സവാള ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്നൊന്നായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ സവാളയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സവാളയിൽ ഉപ്പ് ചേർക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് വരുന്നത് എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഞാനൊന്നുകൂടി പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് ഉപ്പാണ് ഞാൻ അതിന് വേണ്ടി ചേർക്കണം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വെന്തതിന് ശേഷം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് ഇളക്കി കൊടുത്ത് നന്നായി ഒരു പകുതിയോളം വഴന്ന് വരുമ്പോഴാണ് ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചേർക്കുക. ഈ സവാള അങ്ങനത്തെ ഇതൊക്കെ നന്നായി വഴന്ന് വരുമ്പോഴാണ് കറിയുടെ ടേസ്റ്റ് കൂടണത്. അപ്പോൾ ഇത് ഇത്രയായി വന്നപ്പോൾ ഞാൻ ഇതിൽ 1 കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിങ്ങനെയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ വന്നാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങനെ പാടെ മാറിപ്പോവും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെളുത്തുള്ളി ഒക്കെ നന്നായി വഴന്ന് വരുന്ന വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ വേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അതൊന്നായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ സാജീരകം ഉപയോഗിക്കുന്നുണ്ട്. സാജീരകം ഒരു 3/4 ടീസ്പൂണ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ നന്നായി ഇതായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിനി സാജീരകം ഇട്ട് കൊടുക്കാം. ചിക്കനിൽ സാജീരകം വരുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണ്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ ഗരം മസാല ഞാനിവിടെ പൊടിച്ചതാണ്, 1/2 സ്പൂണ് കുരുമുളക് പൊടി. ഇതൊക്കെയാണ് ചേർത്തത്. അത് ആ വെളിച്ചെണ്ണയിൽ നന്നായി മുരിയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ മുരിച്ചെണ്ണൊക്കെ കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നതിൽ വലിയ പങ്കുണ്ട്. അതിന് ശേഷം ഞാനൊരു 3 തക്കാളി, ചെറിയ തക്കാളിയാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് അത് നമ്മൾ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കുക. ഒന്ന് ധൃതിയുള്ളവരാണെങ്കിൽ ഒന്ന് മൂടി വെച്ചാൽ മതി. 1 മിനിറ്റ് മൂടി വെച്ചാൽ അത് പെട്ടെന്ന് വഴന്ന് റെഡിയായി കിട്ടും. ഇപ്പോൾ ഞാൻ അതിലേക്ക് പുതിന മല്ലിയില ഇട്ട് കൊടുക്കണം. അതും കൂടി ചിക്കനിൻ്റെ കൂടെ കിടന്നിട്ട് ഒന്നായി വരുമ്പോൾ ചിക്കനൊരു പ്രത്യേക മണമോ ടേസ്റ്റൊക്കെ കൂടും. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റംസ് ഇങ്ങനെ ഓരോന്ന് ചേർക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകത വരുന്നത്. അപ്പോൾ ഇത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പം ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി മൂടി വയ്ക്കാൻ പോവാണ്. ഒന്നുകൂടി ആയിട്ടത് ചിക്കൻ പെരട്ട് എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ ചാറൊന്നും അങ്ങനെ ഉണ്ടാവില്ല. വളരെ ചിക്കനോട് ചേർന്നാണ് നിൽക്കുക. അതിൻ്റെ ഉപ്പൊക്കെ നോക്കിയപ്പോൾ നമുക്ക് പാകമാണ്. ഒന്നും കൂടി ഒന്നായി വരട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ വെള്ളമൊക്കെ അതിൽ നിന്ന് വാർന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചതല്ല. ഞാൻ ചെറുനാരങ്ങയുടെ നീര് അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. എന്താ ഇതിൻ്റെ ചാറ് അതിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കും. നല്ല ഇതിൻ്റെ ഒരു ചാറ് മതി നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി, ഇപ്പോൾ ഇതിൽ നമുക്കൊന്ന് ഇനി പുതിന മല്ലിയിലൊക്കെ ഒന്ന് മുകളിലിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ഇട്ടതാണ്, എന്നാലൊന്നും ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ ഉണ്ടാക്കി നോക്കുക. ചാറൊക്കെ ഉണ്ടാക്കുന്നതായി ഇങ്ങനെ അതിനോട് ചേർന്ന് ഇനി ഒരു മിനിറ്റ് അത് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്നിട്ട് ചാറൊന്നും നമുക്കുണ്ടാവില്ല അതിൽ. അതുപോലെയാണ് ഈ കറി ഉണ്ടാവുക. അതാണ് ചിക്കൻ പെരട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.